യൂത്ത് കോൺഗ്രസിന്റെ കളരിയിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ചാണ് തുടക്കം. 4 പതിറ്റാണ്ട് മുമ്പ് വിദേശത്തേക്ക് സ്വയം പറിച്ചുനട്ടുവെങ്കിലും അവിടെയും രാഷ്ട്രീയം ജീവിതത്തിന്റെ ഭാഗമാക്കി. കുവൈത്തിലെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ അമരക്കാരനായി പ്രവർത്തിക്കുമ്പോൾ കെ കരുണാകരനുമായി ആത്മബന്ധം തുടർന്നു. കോൺഗ്രസ് വിട്ട് കെ കരുണാകരൻ DIC രൂപീകരിച്ചപ്പോൾ തോമസ് ചാണ്ടി കരുനീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. അങ്ങനെ 2006-ൽ DIC ടിക്കറ്റിൽ തോമസ് ചാണ്ടി കുട്ടനാട്ടിൽ നിന്ന് നിയമസഭയിലേക്ക് വണ്ടി കയറി. DIC NCP ലയിച്ചപ്പോൾ തോമസ് ചാണ്ടി ഇടതുമുന്നണിയുടെ ഭാഗമായി. കെ മുരളീധരൻ മാതൃസംഘടനയിലേക്ക് തിരിച്ചുപോയെങ്കിലും തോമസ് ചാണ്ടി മടങ്ങിയില്ല. 2011-ലെ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഭാഗമായി ജനവിധി തേടിയപ്പോഴും ജനവിധി തോമസ് ചാണ്ടിക്കൊപ്പം നിന്നു. 2016-ലും അത് ആവർത്തിച്ചു. മന്ത്രിസഭ രൂപീകരണ വേളയിൽ ക്യാബിനറ്റിലേക്ക് പരിഗണിച്ചെങ്കിലും നറുക്കുവീണത് AK ശശീന്ദ്രനാണ്. അവസാനം ഫോൺ കെണിയിൽ ശശീന്ദ്രൻ വീണപ്പോൾ തോമസ് ചാണ്ടിക്ക് മന്ത്രിപദവും കൈവരുന്നു. പുതിയ നിയോഗം തോമസ് ചാണ്ടി എങ്ങനെ നിറവേറ്റും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മീഡിയ 1 ആലപ്പുഴ.